തീരാ നഷ്ടം അല്ലേ. മിസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഞാൻ ചേട്ടൻ പറയണ കേട്ടിട്ടുണ്ട്, ബാലചേട്ടനാണ് ആതിര ചേച്ചിയുടെ കാര്യം ആദ്യം ചോദിച്ചത്. പുള്ളി ഇക്കാര്യത്തിലൊക്കെ വളരെ സ്മാർട്ട് കക്ഷിയായിരുന്നു. അപ്പൊ പുള്ളിയുടെയും അനുഭവം അങ്ങനെയാണല്ലോ. ലക്ഷ്മി ചേച്ചി. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാനും പുള്ളിക്കാരുടെ ഒരു 7 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാനത് അതിൽ വരുന്ന സമയത്ത് ആതിര വാസ് ഇൻ 12th. അപ്പൊ നമ്മള് അവന്റെ കൂട്ടുകാരൻ ആ രീതിയിലൊന്നും സത്യം പറഞ്ഞാൽ അന്ന് കണ്ടിട്ട് പോലും ഇല്ല. നമ്മള് പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പ്രോഗ്രസ് ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ വിറ്റ്നസ് സത്യം പറയില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു ഭയങ്കര ചേട്ടാ ഈ പ്രണയിക്കുമ്പോഴേ അതിന്റെ ഉള്ളിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല, നമ്മൾ പുറമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഭയങ്കര ഒരു കംഫർട്ടബിൾ സാധനമാണ്. അപ്പൊ പുള്ളിയാണ് ഞാൻ പുള്ളിക്കാരിക്ക് പാട്ട് റെഡിയാക്കി കൊടുക്കുന്നു. ഇങ്ങനെ അതൊക്കെ കണ്ടപ്പോഴാന്ന് തോന്നുന്നു മൂപ്പരിങ്ങനെ പുള്ളിയാണ് വന്ന് ജോബേ നിങ്ങള് തമ്മിൽ എന്താ എന്ത് കേട്ടോ കൊച്ചുകുട്ടി അവള് ഇത്ര പിന്നെ 17 വയസ്സായ കൊച്ചുകുട്ടിയൊന്നുമല്ല. അടുത്ത വർഷം ആകുമ്പോഴേക്കും പ്രായപൂർത്തിയൊക്കെ ആയി. എന്ത് there is something between you guys എന്ന് പറഞ്ഞ് പുള്ളി ഒരു പോക്ക്. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് സ്പാർക്ക്